കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസിൽ ആശങ്ക. റബ്ബർ അടക്കം 5 നാണ്യവിളകളുടെ രജിസ്ട്രേഷൻ മുടങ്ങി. റബ്ബർ, തെങ്ങ്, തേയില, കാപ്പി, ഏലം എന്നീ നാണ്യവിളകളെ കാലാവസ്ഥാ വിള ഇൻഷുറൻസിൽ നിന്ന് ഒഴിവാക്കിയെന്ന് കർഷകർ പറയുന്നു. പദ്ധതി സംബന്ധിച്ച് കൃഷി വാണിജ്യ മന്ത്രാലയങ്ങൾക്കിടയിൽ ഉണ്ടായ ആശയക്കുഴപ്പമാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ഫ്രാൻസിസ് ജോർജ് MP 24നോട് പറഞ്ഞു. കാലാവസ്ഥയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ഉണ്ടാകുന്ന കൃഷിനാശത്തിന് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണത്. അത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും ഈ പറയുന്ന 5 ഉൽപ്പന്നങ്ങൾ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഉൽപ്പന്നങ്ങളാണ്. റബ്ബർ, തെങ്ങ്, അതുപോലെ തന്നെ കാപ്പി, തേയില, ഏലം. ഇത്രയും ഉൽപ്പന്നങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അടിയന്തരമായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ, വാണിജ്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ബഹുമാനപ്പെട്ട വാണിജ്യമന്ത്രിയെയും കൃഷിമന്ത്രിയെയും കാര്യം അറിയിക്കുകയും സത്വരമായി ഈ കാര്യത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യും. ഇവിടെ കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തിയ കാലാവസ്ഥ അധിഷ്ഠിത വില ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. ഈ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഈ സംഭവം റബ്ബർ കൃഷി ചെയ്യുന്ന റബ്ബർ, നാളികേരം, അതുപോലെ തന്നെ കാപ്പി, ഏലം ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്ന കർഷകരെ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള പ്രതീക്ഷയിലെത്തിയപ്പോൾ അവരെ ഇപ്പോൾ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തത്സമയം ചേരുകയാണ്. ടോബി, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ടോബി, പറയൂ, ഈ യഥാർത്ഥത്തിൽ ഈ ഇൻഷുറൻസ് കിട്ടാതെ പോകുന്ന വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ പുതുക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സാഹചര്യം ബാക്കി നിൽപ്പുണ്ടോ? SKN, തീർച്ചയായിട്ടും വലിയൊരു ആശങ്ക കർഷകർക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ ഇൻഷുറൻസിന്റെ പേര് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഇൻഷുറൻസ് എന്നുള്ളത്. കാലാവസ്ഥാ വിള ഇൻഷുറൻസ്, അതായത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അത് നികത്തുന്നതിന് വേണ്ടിയുള്ള കർഷകർക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസമാണ് ഈ ഇൻഷുറൻസ്. അത് കൃഷി മന്ത്രാലയത്തിന്റെ കീഴിൽ സംസ്ഥാന കൃഷി വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത്. 2023 റബ്ബറും തെങ്ങുമെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി. അത് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ ഇത്തവണ ഈ റബ്ബർ, തെങ്ങ്, അതുപോലെ തന്നെ ഏലം, കാപ്പി തുടങ്ങിയ 5 നാണ്യവിളകളെ ഇതിൽ നിന്നും ഒഴിവാക്കി എന്നുള്ള കാര്യമാണ് കർഷകർ പങ്കുവെക്കുന്നത്. ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ, ഇത്തവണത്തെ രജിസ്ട്രേഷൻ നടപടികൾ 5-ാം തീയതി ആരംഭിക്കുകയാണ്. 30-ാം തീയതി കൊണ്ട് അത് അവസാനിപ്പിക്കണം. അപ്പോൾ അതിന് ഇടയിൽ ഈ നാണ്യവിളകളെ ഒഴിവാക്കിയത് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പറയുന്ന ഒരു കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കൃഷി മന്ത്രാലയവും അതുപോലെ തന്നെ വാണിജ്യ മന്ത്രാലയവും തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പമാണ്. കാരണം നാണ്യവിളകളുമായി ബന്ധപ്പെട്ടുള്ള ബോർഡുകളുണ്ട്. ആ ബോർഡുകൾ വരുന്നത് ഈ വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലാണ്. ഈ പദ്ധതി നടപ്പാക്കുന്നത് കൃഷി മന്ത്രാലയമാണ്. അപ്പോൾ അതിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്. നിലവിൽ രജിസ്ട്രേഷന് ശ്രമിച്ച കർഷകരോട് ഈ ഇൻഷുറൻസ് കമ്പനികൾ, അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനികളുണ്ട്, അവരിത് രജിസ്ട്രേഷൻ നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞതാണ് വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും കൃഷിനാശമുണ്ടായി, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാലാവസ്ഥാ വിള ഇൻഷുറൻസ് കൂടി ലഭിക്കില്ല എന്നുള്ളൊരു ആശങ്ക കർഷകർക്കുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിച്ച് രജിസ്ട്രേഷൻ നടപ്പാക്കി ഇൻഷുറൻസ് ലഭ്യമാക്കാനുള്ള നടപടികൾ എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. 28 വിളകൾക്കാണ് ഈ ഇൻഷുറൻസ് ലഭിക്കുന്നത്. അതിൽ 5 എണ്ണമാണ് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട. റബ്ബറും തെങ്ങുമെല്ലാം ഇതിൽ, ഏലവുമെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.